Hi everyone. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ സ്പോട്ട് എന്തായാലും ഇഷ്ടമാവും. മേ ബി ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർ ഇതിനു മുന്നേ ചിലപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണാം. അതുപോലെ തന്നെ എൻ്റെ കൂടുതലത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്താണ് ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായത്. ബിക്കോസ് അവിടെയാണ് ഞങ്ങൾ സ്റ്റഡീസ് ആണെങ്കിലും ഞങ്ങളുടെ ജോബ് ആണെങ്കിലും ഒക്കെ എറണാകുളത്ത് ബേസ് ചെയ്തിട്ടാണ്. അപ്പം അന്ന് മുതൽ ഇപ്പൊ 3 കൊല്ലമായി. അന്ന് മുതൽ എന്താ പറയാ ആ ഒരു കഫേയിൽ പോണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇന്നേക്കല്ല, ഈ ഒരു കൊല്ലം പറയുമ്പോൾ അത് 3 കൊല്ലമായി. അപ്പൊ ഞങ്ങൾ റൂട്ട് മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോണത്. അപ്പൊ എന്താ പറയാ വഴി തെറ്റിയിട്ടാണ് പോയിട്ടോ. ഈ നേരെ പോണത് ഫുള്ള് ഞങ്ങള് 1.5 കിലോമീറ്റർ വെറുതെ നടന്നിട്ട് വഴി തെറ്റി. അപ്പൊ വിചാരിച്ചു ഈശ്വര പോവാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും മാപ്പൊക്കെ വീണ്ടും ശരിയാക്കിയാണ് വീണ്ടും നടന്നു. അങ്ങനെ ആ നടന്നത്, അതായത് 1.5 കിലോമീറ്റർ ഞങ്ങൾ എക്സ്ട്രാ നടന്നതൊക്കെ റിട്ടേൺ വീണ്ടും തിരിച്ച് നടന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പോണേന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവത്തേക്കാണ് ഇന്ന് പോണത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു കഫേടതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്താ പറയാ എറണാകുളത്തേക്ക് വന്നത്. അപ്പൊ അന്നിങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു നമുക്ക് പോവാം, ഇനി വരാൻ വേണ്ടി പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന മടിക്കാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കയറി പോകണം കേട്ടോ. അങ്ങനെ നമ്മളിത് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഗാർഡൻ കഫേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ അത്രയും വൈറലായിട്ട് നിൽക്കുന്ന ഒരു കഫേയാണ്. ഇൻസ്റ്റ ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ഇപ്പൊ ഫുൾ ട്രെൻഡിങ് ഈ ഒരു കഫേയാണ്. സത്യം പറയാലോ, സൂപ്പർ 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 സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് വരാനാണെങ്കിലും ഇപ്പൊ കപ്പിളായിട്ട് വരാനാണെങ്കിലും സൂപ്പർ പ്ലേസ് ആണ്. ചുറ്റും എന്താ പറയാ ഫുൾ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് എന്തൊരു വൈബാന്നറിയോ. അത്രയും ഒരു വൈബ്, ഒരു യൂറോപ്യൻ ടച്ചിലാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫുഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു എന്താ പറയുക ഒരു ക്ലാസ് ലുക്ക്. ഇത്രയും ചൂടത്ത് നമ്മൾ നല്ല ചൂടുണ്ടായി ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ. നമ്മൾ ആ ഒരു കഫേ കയറിയിട്ട് അവിടെ ഇരുന്നപ്പോൾ നമുക്ക് എന്തൊരു കൂളിംഗ് ആണെന്നറിയോ. ഭയങ്കര പീസ്ഫുൾ ആണ്, അങ്ങനത്തെ ഒരു വൈബാണ് അവിടെ. അപ്പം ഞങ്ങൾ ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി കേട്ടോ. ഒരു മൊഹിറ്റോ കുടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ, മോനെ എന്താ പറയാ സൂപ്പറാണ്. കാരണം അത്രയും ഫ്രഷായി നമ്മളത് സംഭവം കുടിച്ചപ്പോൾ. അത്രയും ക്വാളിറ്റിയാണ് അവിടുത്തെ ഓരോ എന്താ പറയാ ഫുഡ്സിനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ജ്യൂസ് ഐറ്റംസ് ആണ്. ഞങ്ങൾ ആ മൊഹിറ്റോ മാത്രമേ അവിടുന്ന് കുടിച്ചുള്ളൂ. ഞങ്ങളിത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആ ഒരു 3 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. കുറേ നാളായി നമുക്ക് ഇവിടേക്ക് പോകണം എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടോ. സൂപ്പർ. നമ്മൾ ഫുൾ ആ ഒരു ഗാർഡൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടുത്തെ ചെയർ ആയിക്കോട്ടെ, ടേബിൾ, ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ, നൈസാണ്. ഫുൾ വുഡ്സിന്റെ ഒരു സംഭവം വെച്ചിട്ടാണ് അവരതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സൂപ്പർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇത് ഇടപ്പള്ളിയിലാണിത് ലൊക്കേറ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഈ വ്ളോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോകണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് അവിടെ നിന്ന് വാങ്ങാനും പറ്റും. എനിക്ക് പേരറിയാത്ത കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഇത്രയും വെറൈറ്റീസ് ഉണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. സൂപ്പർ ആണ് കേട്ടോ. നമ്മൾ ഈവനിങ് വരികയാണെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ പോയപ്പോഴും അവിടെ എന്താ പറയുക നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഓരോ സെക്ഷനായിട്ട് അവർ റിസർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് സ്പോട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ഡൈനിങ് ആണോ വേണ്ടത് അത് നമുക്ക് റിസർവ് ചെയ്തിട്ട് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ വരാത്ത ആരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.